അഞ്ചരക്കണ്ടി BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിന് തൊട്ടു മുൻപുള്ള CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട പ്രിൻസിപ്പലിന്റെ മുറിയിൽ സംസാരം നടന്നെന്ന് സൂചന. തന്റെ പ്രിയപ്പെട്ട ടീച്ചർക്ക് താൻ കാരണം പ്രയാസമുണ്ടായത് നിതിന് മാനസിക വിഷമം ഉണ്ടാക്കിയെന്നും ഡോക്ടർ റാമിന്റെ മാനസിക സമ്മർദ്ദം താങ്ങാനായില്ല എന്നുമാണ് പോലീസിന് നിലവിൽ ലഭിക്കുന്ന വിവരം. ടീച്ചർക്ക് ഭീഷണി സന്ദേശം വന്നതാണ് മരണകാരണമെന്ന് വിശ്വസിക്കുന്നില്ലെന്ന് സഹോദരി ഭർത്താവ് പറഞ്ഞു. കാരണം ടീച്ചർക്ക് ഈ ഭീഷണി സന്ദേശങ്ങളൊക്കെ പോകുന്നെന്ന് പറയുന്നത് ഞങ്ങൾ അറിയുന്നില്ല. കാരണം ഇതുമായി ബന്ധപ്പെട്ട മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഞങ്ങൾ അന്ന് പോയി ബോഡി സ്വീകരിച്ച് നമ്മൾ തിരിച്ചു വന്നു. ഈ നിമിഷം വരെ ആരും അവിടെ നിന്ന് വിളിക്കുകയോ നേരിട്ട് വരികയോ തിരക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. എൻ്റെ കുറച്ച് അറിവുകൾ വെച്ച് ഞാൻ പറയാം. ഈ ലോൺ ആപ്പിൽ ഒരു പക്ഷേ ഈ മാമിൻ്റെ അവനറിയാവുന്ന ഒരാളുടെ നമ്പറായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക, റെഫറൻസ് ആയിട്ട് വെക്കാനായിട്ട്. 1-2 ആളുടെ പേര് ചോദിക്കും, പേരും ഫോൺ നമ്പരും. നിതിന്റെ മരണത്തിൽ ഇന്നലെ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലെ പ്രതിഷേധ സമരത്തിന് ഇറങ്ങിയ വിദ്യാർത്ഥികളുടെ ദൃശ്യങ്ങൾ മാനേജ്മെന്റ് പകർത്തിയെന്നാണ് വിവരം. ആരോപണ വിധേയരായ അധ്യാപകർ ഒളിവിൽ തന്നെയാണ് നിലവിൽ. ഡോക്ടർ റാമും ഡോക്ടർ സംഗീതയും മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ നൽകിയേക്കുമെന്നതാണ് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. കണ്ണൂരിൽ നിന്ന് നിഖിലും തിരുവനന്തപുരത്ത് നിന്ന് ആഷിക്കുമാണ് ചേരുന്നത്. ആദ്യം നിഖിലിലേക്ക് പോകാം. നിഖിൽ, ഇത് ലോൺ ആപ്പിൽ നിന്നുണ്ടായ സമ്മർദ്ദം മൂലം ഈ നിതിൻ ജീവനൊടുക്കും എന്ന് ഈ ഘട്ടത്തിൽ നമുക്കങ്ങ് വിശ്വസിക്കാനാവുന്നില്ല. കാരണം ഈ വിദ്യാർത്ഥികളടക്കം ഇന്നലെ ഈ കുടുംബവും ഉന്നയിച്ച ഒരുപാട് ആരോപണങ്ങളുണ്ട്. ഈ കൊടിയ അതിഗുരുതരമായ ആരോപണങ്ങളുണ്ട് ഈ അധ്യാപകർക്കെതിരെ, ഡോക്ടർ റാമിനും സംഗീതയ്ക്കുമെതിരെ. അതുമാത്രവുമല്ല, അത് മുഴുവൻ അവിടെയുള്ള മറ്റ് വിദ്യാർത്ഥികളും ശരിവെക്കുന്ന ആരോപണങ്ങൾ കൂടിയാണ്. അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ നിതിൻ ആ കോളേജിൽ അതിഭീകരമായ മാനസിക സമ്മർദ്ദങ്ങൾക്ക് വിധേയനായിരുന്നു. അവർ അത്രയധികം അധിക്ഷേപങ്ങൾക്ക് അയാൾ അവിടെ വിധേയപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിൽ നിന്നും എല്ലാവരും ചോദിക്കുന്ന ഒരു സംശയമാണ്, ഉയർന്നൊരു സംശയമാണ്. കാരണം അതിൽ നിന്നൊക്കെ വ്യതിചലിച്ചുകൊണ്ട് ഈ ലോൺ ആപ്പിലേക്ക് മാത്രമായി ഈ കാര്യങ്ങളെ കേന്ദ്രീകരിക്കാനുള്ള ഒരു ശ്രമം സത്യത്തിൽ നടക്കുന്നുണ്ടോ? അങ്ങനെയാണോ ഇതിനെ മനസ്സിലാക്കേണ്ടത്? ഒപ്പം ഈ പ്രിൻസിപ്പലിൻ്റെ മുറിയിൽ നിന്നുള്ള ഒരു CCTV ദൃശ്യങ്ങൾ ലഭിച്ചു എന്ന് പറഞ്ഞുവല്ലോ. അപ്പോൾ ഈ ലോൺ ആപ്പ് കൂടി ഈ ചിത്രത്തിലേക്ക് വരുമ്പോൾ ആ സമ്മർദ്ദം കൂടി ആ നിതിന് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അതായത് മുന്നേയുള്ള ഈ അധിക്ഷേപങ്ങൾ കൂടി അതിൻ്റെ ഒപ്പം ഈ സമ്മർദ്ദം കൂടി ആ വിദ്യാർത്ഥി താങ്ങേണ്ടി വന്നിരിക്കുന്നു. അതിൽ കൂടി ആ കാരണം പറഞ്ഞുകൊണ്ട് കൂടി അയാളെ ക്രൂശിച്ചിരിക്കാം എന്നല്ലേ നമ്മൾ അതിൽ നിന്നും വായിച്ചെടുക്കേണ്ടത്? ശ്യാമിലി, ഏതായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട ഒരു കാര്യമായി മാത്രം പോലീസ് കാണുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഏറ്റവും ഒടുവിൽ പോലീസ് നമുക്ക് നൽകുന്ന, അല്ലെങ്കിൽ പോലീസുമായി ബന്ധപ്പെട്ട ആളുകളോട് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് പല കാരണങ്ങൾ ഇത്തരത്തിൽ ജീവനൊടുക്കാൻ തീരുമാനിക്കുന്നതിന് ഉണ്ട് എന്ന് തന്നെയാണ് പോലീസ് ഇപ്പോൾ കണ്ടെത്തുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം, അല്ലെങ്കിൽ അതിലൊരു കാര്യം എന്ന് പറയുന്നത് ഈ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഈ ഇൻസ്റ്റാപേ എന്ന് പറയുന്ന ഒരു ലോൺ ആപ്പിൽ നിന്നാണ് നിതിൻ രാജ് ലോൺ എടുക്കുന്നത്. 14,000 രൂപയാണ് ലോൺ എടുത്തത്. അതിൻ്റെ തിരിച്ചടവ് മുടങ്ങുന്നു. ആ തിരിച്ചടവ് മുടങ്ങിയതോടുകൂടി ഈ ലോൺ ആപ്പിൻ്റെ പതിവ് രീതി അനുസരിച്ച് അവരുടെ വിളികൾ നിതിൻ രാജിനും വന്നിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിലേക്ക് ഈ ഒരു ടീച്ചറുടെ പേര്, ഒരു അധ്യാപികയുടെ പേര് വരുന്നത്, ലതാ ശശിധരൻ എന്ന് പറയുന്ന ഒരു അധ്യാപികയുടെ പേര് വരുന്നതാണ് ഇതിൻ്റെ തുടക്കത്തിൽ നമ്മൾ കണ്ടത്. ആ അധ്യാപികയുടെ നമ്പർ, റെഫറൻസ് നമ്പറായി നിതിൻ രാജ് നൽകിയിട്ടുണ്ടായിരുന്നു. നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ആ അധ്യാപികയുടെ സമ്മതപ്രകാരം തന്നെയാണ് നിതിൻ രാജ് റെഫറൻസ് നമ്പറായി അത് നൽകിയത്. ഇനിയാണ് ഇത് എന്തുകൊണ്ട് നിതിൻ രാജിന് വലിയ മാനസിക സമ്മർദ്ദം ഉണ്ടാക്കി എന്നതിലേക്ക് സൂചന നൽകുന്ന കാര്യം വരുന്നത്. നിതിൻ രാജിനെ വളരെ അടുപ്പമുണ്ടായിരുന്ന ഒരു അധ്യാപികയായിരുന്നു ഈ ലതാ ശശിധരൻ എന്ന് പറയുന്നത്. ഈ അധ്യാപികയ്ക്ക് തിരിച്ച് നിതിൻ രാജിനോടും അങ്ങനെ തന്നെ ആയിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ഒരു അടുപ്പത്തിനിടയിൽ അങ്ങനെ തന്നെ സഹായിക്കാൻ വേണ്ടി അധ്യാപികയുടെ മൊബൈൽ നമ്പർ റെഫറൻസ് നമ്പറായി നൽകുകയും അത് പിന്നീട് അവർക്കൊരു പ്രശ്നമായി വരികയും ചെയ്തു എന്നത് നിതിൻ രാജിനെ മാനസികമായി ബുദ്ധിമുട്ടുണ്ടാക്കി എന്ന് തന്നെയാണ് പോലീസിൻ്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. മാത്രമല്ല, വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഇതിനോട് ചേർത്ത് പറയേണ്ടത്, ഈ 9-ാം തീയതി നിതിൻ രാജിൻ്റെ ഫോണിലേക്ക് 98 തവണയാണ് ഈ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട ഫോൺ കോളുകൾ വന്നത്. ഈ അധ്യാപികയുടെ ഫോണിലേക്ക് 26 തവണയും ഇത്തരത്തിൽ ഫോൺ കോളുകൾ വന്നിട്ടുണ്ട് എന്നാണ് കോൾ റെക്കോർഡുകൾ പരിശോധിച്ചതിൽ നിന്ന് പോലീസ് മനസ്സിലാക്കുന്നത്. അങ്ങനെ നിരന്തരം ഈ കോളുകൾ വരാൻ തുടങ്ങിയതോടുകൂടിയാണ് അധ്യാപിക ഇക്കാര്യം പ്രിൻസിപ്പലിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. പിന്നീട് പ്രിൻസിപ്പളെ, അധ്യാപികയെയും നിതിൻ രാജിനെയും പ്രിൻസിപ്പലിൻ്റെ മുറിയിലേക്ക് വിളിച്ചു വരുത്തുന്നുണ്ട്. അതിനുശേഷം നിതിൻ രാജിനോട് ഫോണ് പ്രിൻസിപ്പലിൻ്റെ മുന്നിൽ ഹാജരാക്കാൻ പറയുന്നു. ഈ ഫോണ് ഇപ്പോൾ തിരിച്ചു തരില്ല, ഇത് സൈബർ പോലീസ്
പോലീസിനെ ഹാജരാക്കാം, അങ്ങനെ അന്വേഷണം നടക്കട്ടെ എന്ന രീതിയിൽ പ്രിൻസിപ്പൽ പറഞ്ഞു എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് അങ്ങനെ താൻ കാരണം ടീച്ചർക്കൊരു ബുദ്ധിമുട്ടുണ്ടായി എന്നൊരവസ്ഥ വന്നു, അങ്ങനെ ഒരു ചിന്ത വന്നത് നിതിൻ രാജിന് വലിയ സമ്മർദ്ദം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഇനി ഡോക്ടർ റാമുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പോലീസ് ഈ അന്വേഷണത്തിൻ്റെ ഘട്ടത്തിൽ എവിടെയും തള്ളിക്കളയുന്നില്ല എന്നത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്, അതെടുത്ത് പറയേണ്ടതുമാണ്. കാരണം മാർച്ച് മാസത്തിലാണ് ഇത്തരത്തിൽ ഈ ഡോക്ടർ റാമിൻ്റെ ഭാഗത്ത് നിന്ന് നിതിൻ രാജിനെതിരെ വലിയ രീതിയിലുള്ള ഈ സമ്മർദ്ദമുണ്ടാക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ അവഹേളിക്കുകയും അപമാനിക്കുകയും ഒക്കെ ചെയ്യുന്ന രീതിയിലുള്ള ടോർച്ചറിങ് ഉണ്ടായത് എന്നതാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. മാർച്ച് മാസത്തിൽ അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ക്ലാസ്സിൽ വെച്ച് നിതിനെ വലിയ രീതിയിൽ അപമാനിക്കുന്ന തരത്തിൽ തന്നെ ഈ ഡോക്ടർ റാം പെരുമാറിയിട്ടുണ്ട് എന്ന് തന്നെയാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. അതിൽ കൂടുതൽ വ്യക്തത വരുന്നു. ഈ ജാതി അധിക്ഷേപം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തത വരുത്താൻ പോലീസിൻ്റെ അന്വേഷണം ഇപ്പോഴും നടക്കുകയാണ്. ചില കാര്യങ്ങളിൽ വ്യക്തത വരാനുണ്ട് എന്ന് തന്നെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത്. അതുകൂടി വരികയാണെങ്കിൽ ഈ കേസിലെ നിർണായകമായ കാര്യമായി അത് മാറുമെന്ന് കൂടി പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. ഈ രണ്ട് കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി ഇപ്പോൾ പറയുന്നത്. മറ്റൊന്ന്, ഈ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട് അന്ന് പ്രിൻസിപ്പലിൻ്റെ മുറിയിൽ വെച്ച് ഒരു സംസാരമുണ്ടായി എന്ന് തന്നെയാണ് കരുതുന്നത്. കാരണം ഈ പ്രിൻസിപ്പലിൻ്റെ മുറിയിൽ നിന്ന് പിന്നീട് നിതിൻ രാജ് കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോകുന്ന CCTV ദൃശ്യങ്ങളുണ്ട്. ഈ മുറിയിൽ നിന്ന് ഇറങ്ങി നേരെ സ്റ്റെയർ കേസ് കയറി കെട്ടിടത്തിൻ്റെ മുകളിലേക്ക് പോവുകയാണ് നിതിൻ രാജ് ചെയ്യുന്നത്. അവിടെ നിന്നാണ് പിന്നീട് കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടുന്നത്. ഇത്രയും കാര്യങ്ങൾ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ച് തന്നെ പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ ഒരൊറ്റ കാരണത്തിലേക്ക് ഒതുങ്ങി നിൽക്കുന്നതല്ല നിതിൻ രാജിൻ്റെ ജീവനൊടുക്കാനുള്ള തീരുമാനം എന്നതാണ് പോലീസ് നിലവിലെത്തിയിരിക്കുന്ന പ്രാഥമികമായ ഒരു നിഗമനം. തിരുവനന്തപുരത്ത് നിന്ന് ആഷിക, വീട്ടുകാർ അവർ വലിയ സങ്കടത്തിൽ തന്നെയാണ് ഇപ്പോഴും. പ്രത്യേകിച്ച് ഇപ്പോൾ ലോൺ ആപ്പിൻ്റെ കാര്യമൊക്കെ കൂടുതൽ ഉയർന്നു വരുമ്പോൾ അവർക്ക് അതുകൂടി വിശദീകരിക്കേണ്ട ഒരു സാഹചര്യം നിലവിൽ അവർക്കുണ്ട്. പക്ഷേ എങ്കിലും അവർ നിയമ നടപടിയുമായി അവർ ഉയർത്തിയ ആരോപണങ്ങളിലും വാദങ്ങളിലും ഉറച്ചു നിൽക്കുക തന്നെയാണെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഇത് ഒരു വലിയ കൊടിയ അധിക്ഷേപത്തിന് ആ കുട്ടി അവിടെ വിധേയരായിട്ടുണ്ട്. ആ കാര്യം ആ കുടുംബത്തിനും അറിയാമായിരുന്നു. നിലവിൽ അവർ എന്താണ് പറയുന്നത് നമ്മളോട്, മാത്രവുമല്ല അവരുടെ നിലപാട് ഇക്കാര്യത്തിൽ ഇപ്പോഴെന്താണ്? ശ്യാമിലി, ഈ അധിക്ഷേപവുമായി ബന്ധപ്പെട്ട ഈ പൂർണ്ണമായും ഈ ലോൺ ആപ്പുമായി കേന്ദ്രീകരിച്ച് വാർത്തകൾ പ്രചരിക്കുക എന്നുള്ളത് ഈ കുടുംബത്തെ വലിയ രീതിയിൽ അസ്വസ്ഥമാക്കുന്നു. പ്രത്യേകിച്ച് വലിയ രീതിയിൽ ജാതി അധിക്ഷേപം നേരിട്ടിട്ടും ഈ വാർത്തകൾ അല്ലെങ്കിൽ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ലോണുമായി ബന്ധപ്പെട്ട് ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട് പോകുന്നതിൽ കുടുംബത്തിന് വലിയ അതൃപ്തിയുണ്ട്. അതാണ് ഇന്ന് കുടുംബവും പങ്കുവച്ചത്. മാത്രമല്ല, ഈ ലത ടീച്ചർക്ക് ഇത്തരത്തിൽ ഭീഷണി സന്ദേശം വന്നതാണ് ഈ നിതിൻ്റെ മരണകാരണമെന്ന് ഈ കുടുംബം വിശ്വസിക്കുന്നില്ല. കാരണം അത്തരത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ ഈ നിതിനുമായി വളരെ നല്ല ബന്ധമായിരുന്നു ലത ടീച്ചർക്ക് ഉണ്ടായിരുന്നത്. ആ ലത ടീച്ചർക്ക് കൃത്യമായി ഇത് ഈ കുടുംബത്തെ അറിയിക്കാമായിരുന്നു. ഇപ്പോൾ ആരോഗ്യ സർവകലാശാല VC മോഹനം കുന്നുമ്മൽ ഇപ്പോൾ വീട്ടിലെത്തി കുടുംബാംഗങ്ങളായി സന്ദർശിക്കുകയാണ്. അദ്ദേഹം അല്പസമയം മുമ്പാണ് ഇവിടേക്ക് എത്തിയത്. പ്രത്യേകിച്ച് ഇവിടേക്ക് ഈ കോളേജിൻ്റെ ഭാഗത്ത് നിന്ന്, ഡെന്റൽ കോളേജിൻ്റെ ഭാഗത്ത് നിന്ന് ആരും എത്തിയില്ല എന്ന് വ്യാപക പരാതി ഉയർന്നിരുന്നു. പിന്നാലെയാണ് ഈ നിതിൻ മരിച്ച 4-ാം ദിവസം ആരോഗ്യ സർവകലാശാല VC നേരിട്ടെത്തി കുടുംബത്തിൻ്റെ പരാതി കേൾക്കുന്നത്. പ്രത്യേകിച്ച് കുടുംബത്തിന് വലിയ രീതിയിൽ പരാതിയുണ്ട്. ഇത്തരത്തിൽ ജാതി അധിക്ഷേപവും നിറത്തിൻ്റെ പേരിലും സ്വന്തം പിതാവിൻ്റെ തൊഴിലടക്കം ചൂണ്ടിക്കാണിച്ച് വലിയ രീതിയിൽ അധിക്ഷേപം നടത്തിയെന്നൊരു പരാതിയുണ്ട്. അതെല്ലാം ഈ കുടുംബം ഈ ആരോഗ്യ സർവകലാശാല VCയോട് നേരിട്ട് തന്നെ അവർ പരാതി പറയുകയാണ്. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ലത ടീച്ചറുമായി ബന്ധപ്പെട്ട് ഈ ലോൺ ആപ്പാണ് വലിയ രീതിയിൽ വിവാദമായി നിൽക്കുന്നത്. അത്തരത്തിൽ ഈ ഭീഷണി സന്ദേശം വന്നിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി കുടുംബത്തെ അറിയിക്കാമായിരുന്നു. കൃത്യമായി ഈ നിതിനുമായി നല്ല ബന്ധം സൂക്ഷിക്കുന്ന ടീച്ചർ കൂടിയാണ് ലത ടീച്ചർ. അങ്ങനെ ഒരു പണത്തിന് വേണ്ടി ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ കുടുംബത്തെ അറിയിച്ചു കഴിഞ്ഞാൽ കൃത്യമായി കുടുംബം ആ പണം നൽകുമായിരുന്നു. അത്തരത്തിലൊന്നും സംഭവിച്ചിട്ടില്ല. തങ്ങളെ ബന്ധപ്പെട്ടിട്ട് പോലുമില്ല. ഈ നിതിൻ മരിച്ച് ഇത്രയും ദിവസമായിട്ടും ആ ലത ടീച്ചറോ അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് ഭാഗത്തുനിന്ന് ആരും തങ്ങളെ ബന്ധപ്പെടുകയോ ഇവിടേക്ക് ഒരാൾ പോലും വന്നിട്ടില്ല എന്നുള്ളൊരു പരാതിയാണ് ആ കുടുംബം പറയുന്നത്. മാത്രമല്ല ശ്യാമിലി, ഈ 2 പേർക്ക്, അതായത് കുടുംബത്തിലെ ഈ നിതിൻ്റെ അമ്മയ്ക്കും അതുപോലെ തന്നെ സഹോദരിക്കും ഈ മാസം 9-ാം തീയതി, അതായത് തെരഞ്ഞെടുപ്പ് നടക്കുന്ന അന്ന് ഈ ഭീഷണി ഒരു സന്ദേശം വന്നിട്ടുണ്ട്. അത് ഈ ലോൺ ആപ്പിൻ്റെ ഭാഗമായിട്ടാണ്. ഈ നിതിനെ കൊണ്ട് എത്രയും പെട്ടെന്ന് ഈ പണം അടപ്പിക്കണം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തുടർച്ചയായി ഇത്തരത്തിലുള്ള മെസ്സേജുകളും സന്ദേശങ്ങളും വരുമെന്ന്, കോളുകളും വരുമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഒരു മെസ്സേജ് ഇവരുടെ വാട്സാപ്പിലേക്ക് അയച്ചിട്ടുണ്ട്. എന്നാൽ ഇത്തരത്തിൽ റെഫറൻസ് ബന്ധപ്പെട്ട ലോൺ ആപ്പിൽ കൊടുത്ത നമ്പറിലേക്കാണ് ഇത്തരത്തിൽ സന്ദേശം വന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ഇവർക്കും സന്ദേശം ലഭിച്ചു എന്നൊരു കാര്യം ഇവർ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. രാവിലെയാണ് ഇവരുടെ കുടുംബത്തിൽ നിന്ന് ഒരാൾ വന്ന ഇത്തരത്തിൽ ഒരു കാര്യം, ഇവർക്കും സന്ദേശം വന്നിരുന്ന ഒരു കാര്യം അവൾ
കുടുംബത്തിന് വലിയ ആശങ്കയുണ്ട്. അതോടുകൂടി തന്നെയാണ് അവർ ഇന്നലെ DGPക്ക് നേരിട്ട് പോയിട്ട് ഇത്തരത്തിൽ പരാതി, ഈ അന്വേഷണം പൂർണ്ണമായും ഈ ലോൺ ആപ്പിനെ കേന്ദ്രീകരിച്ച് മാത്രം നടത്തരുത് എന്നൊരു കാര്യം ആ കുടുംബം അറിയിച്ചിട്ടുള്ളത്. അത് DGP കൃത്യമായി അന്വേഷണ സംഘത്തിന് നിർദ്ദേശം നൽകുകയും ചെയ്തു. ഇത്തരത്തിൽ ലോൺ ആപ്പ് മാത്രം കേന്ദ്രീകരിച്ച് നടത്തരുത്, ഈ കുടുംബത്തിന് അത്തരത്തിൽ ഒരു ആശങ്കയുണ്ട് എന്നൊരു കാര്യം എന്തായാലും DGP തന്നെ ഈ അന്വേഷണ സംഘത്തെ അറിയിച്ചിട്ടുണ്ട്. അത് കൃത്യമായി അന്വേഷിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ആഷിഖാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്. നിതിൻ രാജിന്റെ വീട്ടിൽ നിന്നാണ് ആഷിഖ് വിവരങ്ങൾ നൽകിയത്. ഇനി